ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഫിലിമിനെ പറ്റി കുറച്ച് സംസാരിക്കാം. ദിസ് ഈസ് മൈ ചാനൽ. വെൽക്കം ടു മൈ ചാനൽ അമൽസ് റിവ്യൂ. കുറേയധികം റിവ്യൂസ് കണ്ടതിന് ശേഷം ഓക്കെ ഈ ഒരു ഫിലിം പോയി കാണാം എന്ന് തോന്നിയിട്ട് കണ്ട ഒരു ഫിലിമാണ് ടൂറിസ്റ്റ് ഫാമിലി. ആ ഒരു തോന്നലിന് 100% വെർത്തായിട്ട് തോന്നിയ ഒരു ഫിലിം തന്നെയാണിത്. ശ്രീലങ്കയിൽ നിന്നും അൺലീഗലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കുടുംബം, അതിനുശേഷം അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഈ ഫിലിമിൽ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീമാണ്. പക്ഷേ ഡയറക്ടർ അഭിഷൻ ഇത് വളരെ കോമഡി ആയിട്ടാണ് ഫിലിമിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പടത്തിൽ ശശികുമാർ, അതുപോലെ തന്നെ സിമ്രൻ, നമ്മുടെ ആവേശത്തിലെ മിഥുൻ എന്നിവരാണ് പ്രധാന റോളുകളിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അറിവിൽ സിമ്രൻ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രധാന റോളിൽ ഒരു ഫിലിമിൽ വന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം മിഥുൻ്റെ അനുജനായിട്ട് ഒരു കൊച്ചു പയ്യൻ വരുന്നുണ്ട്. ആ കൊച്ചു പയ്യൻ വളരെ രസകരമായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ കൊച്ചു പയ്യന് കൊടുത്തിരിക്കുന്ന ഓരോ സീനും വളരെ ക്യൂട്ടായി, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കൊച്ചു പയ്യൻ ചെയ്തിട്ടുണ്ട്. ഫിലിമിൽ നോക്കുകയാണെങ്കിൽ മിഥുനേക്കാളും കുറച്ചുകൂടെ സ്കോർ ചെയ്ത് നിൽക്കുന്നത് ആ കൊച്ചു പയ്യൻ തന്നെയാണ്. അതേപോലെ തന്നെ യോഗി ബാബു വരുന്ന ചില സീനുകളും നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നോർമലി എല്ലാ ഫിലിമുകളിലും ഈ ബ്രേക്കപ്പ് സീൻസൊക്കെ ഇല്ലേ, അത് വളരെ സാഡായിട്ടാണ് അവതരിപ്പിക്കാറ്. പക്ഷേ ഈ ഫിലിമിൽ ഡയറക്ടർ അഭിഷൻ ആ സീൻസൊക്കെ വളരെ കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബ്രേക്കപ്പ് സീനിൽ തന്നെ മമ്മൂട്ടിയ സോങ് ആഡ് ചെയ്തിട്ട് ആ കൊച്ചു പയ്യൻ്റെ ഡാൻസും കാര്യങ്ങളും വളരെ കോമഡി, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മളെ ആ ഫിലിമിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ് ആ കൊച്ചു പയ്യനും അതേപോലെ തന്നെ ഈ ശശികുമാർ, മിഥുൻ എല്ലാവരും. വേറെ എടുത്തു പറയേണ്ട ഒന്ന്, ഈ ചില സീൻസ് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഫിലിമിലും അതുണ്ടാകും. ചില സീൻസിൽ കുറച്ച് ലാഗാകുന്നത് പോലെ, ഇല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നത് പോലെ നമുക്ക് തോന്നുമ്പോൾ ഈ ചെറിയ പയ്യൻ്റെ പെർഫോമൻസ് വരും. ഈ കോമഡി ആയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരുന്ന ഈ പെർഫോമൻസ് വരുമ്പോൾ നമുക്കത് ഓക്കെ ബോറിങ് ഇല്ലാതെ നൈസായിട്ട് സ്മൂത്തായിട്ട് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിലെടുത്ത് പറയേണ്ട ചില സീൻസ് ഉണ്ട്, ആ കൊച്ചു പയ്യൻ്റെ സീൻസ്. അതിൽ ഫസ്റ്റ് സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മലയാളി മങ്കിയായിട്ട് വരുന്ന ഒരു ചെറിയ സീനുണ്ട്. അത് അമേസിങ് ആട്ടോ. അതേപോലെ തന്നെ ഈ ഫിലിമിൻ്റെ ഫസ്റ്റിൽ തന്നെ വരുന്ന ഒരു ചെറിയ സീനുണ്ട്. മോൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ജോസഫ് കുരുവിള അങ്ങനെ പറയും. അത് ഈ ഒരു ടോണുണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. വളരെ അവൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവൻ ചെയ്തിട്ടുണ്ട് ആ സീൻസൊക്കെ. ഈ പയ്യൻ്റെ ഫസ്റ്റ് ഫിലിം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കൊച്ചു പയ്യൻ്റെ മുന്നേ 2-3 ഫിലിംസിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്ത ഒരു ഫിലിം എന്ന് പറയുന്നത് ഒരു രാക്ഷസി ഫിലിമാണെന്ന് തോന്നുന്നു, ജ്യോതികയുടെ ഒരു ഫിലിമിൽ. അതിലും നന്നായിട്ടാണ് ഈ പയ്യൻ്റെ അഭിനയമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് തമിഴ് മൂവി എന്ന് തന്നെ ഈ ഫിലിമിനെ പറയാം. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഫിലിം തന്നെയാണ്. ഫാമിലിയോട് കൂടെ തന്നെ പോയി കാണേണ്ട ഫിലിം തന്നെയാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഈ ഫിലിം തിയേറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാളത്തിൽ തന്നെ ലഭ്യമാണ്. കുറച്ച് സമയമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മാറ്റിവെച്ച് ഈ ഫിലിം ഒന്ന് കണ്ടു നോക്കും, നന്നായിരിക്കും. നിങ്ങൾ ഒരിക്കലും ബോറടിക്കാതെ എൻ്റർടൈൻമെൻറ്റായി കൊണ്ടുപോകുന്ന ഒരു ഫിലിം. അങ്ങനെ നിങ്ങൾ ഫിലിം കാണുകയാണെങ്കിൽ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫിലിം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും.